ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മനുഷ്യർ യഥാർത്ഥത്തിൽ എന്താണ് തേടുന്നത്? നമ്മൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ എന്തൊക്കെയോ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് എന്തൊക്കെയോ ആയിത്തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ നമ്മളുടെ ഒരു അന്വേഷണം നമ്മുടെ പൂർവികരായിട്ടുള്ള, അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള മനുഷ്യനിലേക്ക് നമ്മൾ തിരിച്ചു വച്ചാൽ അവനും ഇതുപോലെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ തുടങ്ങുന്നവൻ മാത്രമാണ് എന്താണ് നമ്മൾക്ക് വേണ്ടുന്നത്, നമ്മൾ എന്താണ് തേടുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള അവബോധം. അത് മനുഷ്യൻ്റെ ചിന്ത മരവിച്ചു പോകാത്ത ആളുകൾക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. മനുഷ്യർ പല തലത്തിലും ചിന്തിക്കുന്നുണ്ട്. ഭൗതികമായിട്ട് അവനെങ്ങനെ സുഖം നേടാം, അതിനു വേണ്ടുന്ന ഏതെല്ലാം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മൾ സമ്മതിക്കുന്നു. അതിൻ്റെ പരിമിതികളെയും നമ്മൾ മനസ്സിലാക്കുന്നു. ആത്യന്തികമായിട്ട് അതെല്ലാം കിട്ടിയിട്ടും ഭൗതികമായി നമ്മൾ ഇത്രമാത്രം സുഖവും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നേടിയിട്ടും നമ്മൾ മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകുന്നു. ഭൂമിയിൽ നേടാവുന്നതിൻ്റെ പരമാവധി നേടി. അപ്പോഴും അവൻ്റെ അന്വേഷണം അവൻ നിർത്തുന്നില്ല. അവൻ പുതുതായിട്ട് വീണ്ടും തേടുകയാണ്. ഇതിനകത്ത് അവൻ തൃപ്തനല്ല. ഒന്ന് കണ്ടെത്തി കഴിയുമ്പോൾ അവന് മനസ്സിലാകുന്നു അത് പരിമിതമായിപ്പോയി. അപ്പോൾ ഈ മനുഷ്യൻ അപരിമിതമായിട്ടുള്ള ഒന്നിലേക്കുള്ള അന്വേഷണത്തിലാണ്. നിരന്തരമായിട്ട് ഇവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ച് ഭൗതികമായിട്ടുള്ള ഒന്നിൻ്റെ പരിമിതി ഉറപ്പിച്ചു കഴിയുമ്പോൾ അപ്പോൾ അവൻ ആന്തരികമായിട്ട് തിരിയുക. അവിടെയാണ് ഈ ആന്തരികമായിട്ടുള്ള തിരിച്ചലിലാണ് ആധ്യാത്മികമായിട്ടുള്ളൊരു അന്വേഷണം തുടങ്ങുന്നത്. അതുവരെയുള്ളത് ബാഹ്യമായിട്ടുള്ള അന്വേഷണം, അതിനെ നമ്മൾ ഭൗതികത എന്ന് പറയുകയാണ്. അവൻ വെളിയിൽ തേടുകയാണ്. അപ്പോൾ 1-2 വർഷമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ പ്രക്രിയ തുടരുകയാണ്. ഇനിയും ഇത് തുടരും. എന്തുകൊണ്ടാണ്? ഓരോ മനുഷ്യനും അവൻ്റെ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് അവൻ തേടുന്നത്. എല്ലാവർക്കും ഒരേപോലെയല്ല. മനുഷ്യരിൽ തന്നെ എത്രയോ തരത്തിലുള്ള, അതായത് അറിവിൻ്റെ തലത്തിൽ രൂപത്തിലൊന്നാണെങ്കിലും അവൻ്റെ അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും തലത്തിൽ വളരെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഇതിനെയൊക്കെ മനസ്സിലാക്കുവാനും അപഗ്രഥിക്കാനും. അല്ലാതെ നമ്മൾ അടച്ച് ആക്ഷേപിക്കുകയല്ല. ഓരോ മനുഷ്യനും അവൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അവൻ ചിന്തിക്കുന്നു, അവൻ അന്വേഷിക്കുന്നു. അപ്പോൾ പൊതുവെ നമ്മൾ എടുക്കുമ്പോൾ ഭൗതികമായി ഒരു വ്യക്തി നേടാൻ പറ്റുന്നതിൻ്റെ പരാകാഷ്ഠയിലെത്തുമ്പോഴും അവൻ അവിടെയും തൃപ്തിയില്ലാതെ വരുന്നൊരു സന്ദർഭമാണ്. അങ്ങനെ ആ തിരിയുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആണ് നമ്മൾ അതിൻ്റെ ആധ്യാത്മിക വശം സൂചിപ്പിക്കുന്നത്. അങ്ങനെ അവിടെ അവനൊരു തിരിച്ചറിവുണ്ടാകുകയാണ്. ഭൗതികമായി എത്രമാത്രം നേടിയാലും അത് സ്ഥിരമല്ല, സ്വന്തമല്ല, ആത്യന്തികമായിട്ടുള്ള സുഖമല്ല. നമ്മൾ തേടുന്നത് സുഖത്തെയാണ്. ആത്യന്തികമാണ്. വെറും സുഖം പോരാ, നമുക്ക് താൽക്കാലികമായിട്ടുള്ള സുഖം പോരാ. താൽക്കാലിക സുഖം മതിയായിരുന്നുവെങ്കിൽ അവൻ അതിനകത്ത് തൃപ്തനായി വേറെ പുതിയ അന്വേഷണങ്ങളിലേക്ക് അവൻ പോകില്ലായിരുന്നു. പക്ഷേ അന്വേഷണം നിൽക്കുന്നില്ല, അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അപരിമിതമായിട്ടുള്ള, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒന്നിനെയാണ് അവൻ തേടുന്നത്. നമ്മളുടെ ഓരോരുത്തരുടെയും അനുഭവം വെച്ച് നോക്കുമ്പോഴും എത്ര കോടീശ്വരനാണെങ്കിലും അവൻ അതെല്ലാം വിട്ടിട്ട് അവൻ ഉറങ്ങുന്ന ഒരു തലമുണ്ട്. അവൻ കോടീശ്വരനായിരിക്കാം, ലോകത്തിൽ ഏറ്റവും ഉന്നതനായ വ്യക്തിയായിരിക്കാം. പക്ഷേ
അതെല്ലാം അവൻ വിടുന്ന ഒരു സന്ദർഭമാണ് ഗാഠനിദ്ര. അപ്പോൾ ഈ ഗാഠനിദ്രയിലേക്ക് അവൻ എന്തിനാണ് പോകുന്നത്? ഭൗതികമായിട്ടുള്ള കണ്ണു തുറന്നിരിക്കുമ്പോൾ കാണുന്ന അത് മാത്രമാണ് സത്യമെങ്കിൽ അവന് അതിൽ മാത്രം ശ്രദ്ധിച്ച് ഇരിക്കാമായിരുന്നു. പക്ഷേ അവൻ ഗാഠനിദ്രയിലേക്ക് പോയില്ലെങ്കിൽ അവൻ ഭ്രാന്തനായി മാറും. ഈ മാനസിക വിഭ്രാന്തിയുള്ളവർ, അവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് ഉറക്കം ശരിയാകില്ല. അവർ വളരെ കുറച്ച് മാത്രമേ ഉറങ്ങുള്ളൂ. അപ്പം മനോവിഭ്രാന്തി ഉള്ളവർക്ക് ഡോക്ടർമാർ സെഡേറ്റീവ് മെഡിസിനാണ് കൊടുക്കുന്നത്. അവൻ്റെ നാഡീഞരമ്പുകളെ തളർത്തിയിടും. അങ്ങനെ അവൻ ഉറക്കത്തിലേക്ക് പോകും. മറ്റേത് സ്വാഭാവികമായിട്ടുള്ള ഉറക്കമാണ്. അതുകൊണ്ട് തന്നെ ആ ഭൗതികമായിട്ടുള്ള സുഖങ്ങളൊന്നും തന്നെ ശാശ്വതമല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഗാഠനിദ്രയെ തേടി അവൻ പോകുന്നത്. അതിനുവേണ്ടി അവൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെയൊക്കെ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ ആഴങ്ങളിലേക്ക് നാം എന്തിനു വേണ്ടി എന്താണ് തേടുന്നത് ഓരോരുത്തരും കണ്ടെത്തുക. അതിന് സാധിക്കട്ടെ. നമസ്കാരം.